जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे हरे राम 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 हरे 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 कृष्ण चैतन्य चरितामृतം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. വായിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല 7ാമത്തെ അധ്യായം 119ാമത് ശ്ലോകം മുതൽ. അതായത് നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എങ്കിലും നമുക്ക് വായിക്കാം. 119ാമത് ശ്ലോകം. വിഷ്ണു ശക്തി പരാപ്രോക്ത ക്ഷേത്രജ്ഞാക്യത്തദാ പരാം അവിദ്യാ കർമ്മ സംചാമ്യ തൃതീയ ശക്തിരിഷ്യതേ. പരമമായ ആത്മീയശക്തി, ജീവസത്തകൾ, അവിദ്യ എന്നിങ്ങനെ വിഷ്ണുശക്തിയെ 3ആയി തരംതിരിച്ചു. പരമമായ ആത്മീയശക്തി, ജീവസത്തകൾ, അവിദ്യ. ആത്മീയശക്തി ജ്ഞാനപൂർണമാണ്. ജീവസത്തകൾ ആത്മീയശക്തിയുടെ ഭാഗമാണെങ്കിലും അവർക്ക് മായയ്ക്ക് വിധേയരാകുന്നു. 3ാമത്തെ ശക്തിയായ അജ്ഞാനം, അവിദ്യ ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ പ്രകടമായി കാണാൻ കഴിയുന്നു. ഇവിടെ ജീവസത്തയുടെ സ്വരൂപത്തെക്കുറിച്ച്, ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആത്മീയശക്തി, ജീവസത്തകൾ, അവിദ്യ. ഇപ്പൊ വിഷ്ണുശക്തി 3ആയി തരംതിരിച്ചിരിക്കുന്നു പറയുന്നു. അപ്പൊ അതില് ആത്മീയശക്തിയുടെ ഭാഗമാണെങ്കിലും ജീവസത്തയ്ക്ക് മായയ്ക്ക് വിധേയനാകാൻ ചാൻസ് ഉണ്ട് എന്നാണ്. പിന്നെ അജ്ഞാനം ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ പ്രകടമായി കാണാൻ കഴിയും. ഭാവാർത്ഥത്തിൽ ശ്രീ പ്രഭുപാദർ പറയുന്നത് ഇത് വിഷ്ണുപുരാണത്തിൽ നിന്നുള്ള 6, 7, 61 ഉദ്ധരണിയാണ്. ജീവസത്തകൾ ഭഗവത്ശക്തിയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുവെന്ന് ഭഗവത്ഗീതയിൽ നിന്ന് ഉദ്ധരിച്ച മുൻ ശ്ലോകത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു. സ്വയം ശക്തിമാനായ ഭഗവാന് വൈവിധ്യം നിറഞ്ഞ ശക്തികളുണ്ട്. പരാശക്തി വിവിധ. വിഷ്ണുപുരാണത്തിലെ ഈ ഉദ്ധരണിൽ നിന്നും ഇത് വീണ്ടും സ്ഥിരീകരിക്കപ്പെട്ടു. വ്യത്യസ്ത ശക്തികളെ അന്തരംഗ ശക്തി, തടസ്സശക്തി, ബഹിരംഗ ശക്തി എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. ആത്മീയ ശക്തി ആത്മീയ ലോകത്തിൽ ആവിഷ്കൃതമാകുന്നു. കൃഷ്ണന്റെ രൂപം, ഗുണങ്ങൾ, ലീലകൾ, പാർഷദന്മാർ എന്നിവയെല്ലാം ആത്മീയങ്ങളാണ്. ഇത് ഭഗവത്ഗീതയിൽ 4, 6 ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. അജോ അഭിസന്ന അവ്യാത്മാ ഭൂതാനമീശ്വരഭൂഷൺ ജഗതിം സാമധിഷ്ഠായ സംഭമ്യാത്മമായ. ഞാൻ നാശം സംഭവിക്കില്ല. ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും അധിപതിയാണ്. എന്നിരുന്നാലും എന്റെ ആത്മശക്തിയാൽ ഞാൻ യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ അവതരിക്കും. ആത്മമായ പദം അന്തരംഗ ശക്തിയെ സൂചിപ്പിക്കും. കൃഷ്ണൻ തന്റെ അന്തരംഗ ശക്തിയിലാണ് ഈ പ്രപഞ്ചത്തെ മറ്റേതെങ്കിലും പ്രപഞ്ചത്തിലോ അവതരിക്കുന്നത്. ഭൗതിക ശക്തിയുടെ സ്വാധീനത്തിലാണ് നാം ജന്മം എടുക്കുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം, ഭഗവാൻ ആത്മീയ ശക്തിയാലാണ് പ്രപഞ്ചത്തിൽ അവതരിക്കുന്നത്. പക്ഷെ നമ്മള് ജീവസത്ത ഭൗതിക ശക്തിയുടെ സ്വാധീനത്തിലകപ്പെട്ടു പോകും. ഇത് മായാവതി സന്യാസികൾ മായാവതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ വിഷ്ണുപുരാണത്തിലെ പ്രസ്താവന അനുസരിച്ച് ക്ഷേത്രജ്ഞൻ അഥവാ ജീവസത്തകൾ കൃഷ്ണന്റെ അന്തരശക്തി കണങ്ങളാകുന്നു. അതിനാൽ ഭൗതിക ശക്തിയുടെ പിടിയിൽ നിന്നും മോചനം നേടിയാൽ നമുക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനാകും. ഭൗതിക ശക്തി എന്നത് അജ്ഞാനമായ ശക്തിയാണ്, അഥവാ ആത്മീയ പ്രവർത്തനത്തെ കുറിച്ചുള്ള പൂർണ്ണ അജ്ഞാനമാണ്. ഭൗതിക ശക്തിക്ക് വിധേയരായ ജീവസത്തകൾ ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ വ്യാപൃതരാകുകയും ഭൗതിക വികസനത്താൽ തനിക്ക് സന്തുഷ്ടനാകാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. ആത്മീയ പ്രകൃതിയെക്കുറിച്ച് അജ്ഞരായ മനുഷ്യ സമൂഹം ഭൗതിക പ്രവർത്തന വികസനത്തിൽ വ്യാപൃതരായിരിക്കുന്നു. ഈ കലിയുഗത്തിൽ വിശേഷിച്ചും ഈ വസ്തുത തെളിഞ്ഞു കാണും. ആധുനിക യുഗത്തിലെ ജനങ്ങൾ തങ്ങളുടെ ആത്മീയ വ്യക്തിത്വത്തെ കുറിച്ച് ഏകദേശം പൂർണ്ണമായും
അവബോധന്മാരാണ്. തങ്ങൾ ഭൗതിക മൂലങ്ങളുടെ ഉൽപ്പന്നങ്ങളാണെന്നും ശരീരനാശത്തോടെ എല്ലാം അവസാനിക്കുന്നുവെന്നും അതിനാൽ ഭൗതിക ശരീരം നിലനിൽക്കുന്നിടത്തോളം വേണ്ടത്ര ഇന്ത്യത്വങ്ങൾ ആസ്വദിക്കണമെന്നും അവർ ചിന്തിക്കുന്നു. നാസ്തികരായ അവർ പുനർജന്മമുണ്ടെന്നോ എന്നതിൽ ഔത്സുക്യം കാട്ടാറില്ല. ഇത്തരം പ്രവർത്തനങ്ങളെയാണ് ഈ ശ്ലോകത്തിൽ അവിദ്യ കർമ്മ സഞ്ജന്യ എന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം, ഇഗ്നോറൻസ് ആണ്. ഇപ്പോ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമില്ല, ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല, ദൈവത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമില്ല. എങ്ങനെയും ഭൗതികമായ ശരീരം കൊണ്ട് മാക്സിമം ആസ്വദിക്കുക, അതാണ് അവരുടെ തത്വം. ഇപ്പൊ ഭഗവത്ഗീത പറയുന്നത് എന്താ? ഏഹി സംസർജ ഭോഗ ദുഃഖ ഏനേവതേ ആദ്യന്തവന്ത് കൗന്ദയ നരേഷു രമതേ ബുധ. അങ്ങനെ കിട്ടുന്ന ആ സുഖം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അതിന് ആദിയും അവസാനവും ഉണ്ട്. ആദ്യ അന്ത വന്ത് കൗന്ദയ നരേഷു രമതേ ബുധ. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാര് ഇതിന്റെ പിന്നാലെ പോകാറില്ല. പരമദിവ്യത്വം ശക്തി അവിടുത്തെ ആത്മീയ ശക്തിയിൽ നിന്നും വേർപെട്ട നിലയിലാണ്. ഭൗതിക ശക്തിയും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിലും അതിൽ നിന്നും സന്നിഹിതനല്ല. സ്ഥാനി സർവഭൂതാനി എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു. ഇപ്രകാരം ഭഗവത്ഗീത 9:4 ഭഗവാൻ സ്ഥിരീകരിക്കുന്നു. എല്ലാം ഭഗവാന്റെ ശക്തിയാൽ സ്ഥിതി ചെയ്യുന്നു എന്നത് സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായി ശൂന്യാകാശത്തിൽ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ബഹിരംഗ ശക്തിയാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇപ്രകാരം വിവരിക്കുന്നു. ഭൂമിരപോ നലോവായു കമ്മനോ ബുദ്ധിരേവജ അഹങ്കാരം വിധിയമ്മേ ഭിന്നാ പ്രകൃതിരഷ്ടത. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, വിദ്യാഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ് ഭിന്നമായ ഭൗതിക പ്രകൃതി. ഭിന്നമായ പ്രകൃതി സ്വതന്ത്രമെന്ന നിലയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും അത് സ്വതന്ത്രമല്ല. ഭഗവാന്റെ മറ്റു ശക്തികളെ പോലെ ഭിന്നശക്തി വാസ്തവികമാണ്, എന്നാൽ അത് വേർതിരിക്കപ്പെട്ട മട്ടിൽ മാത്രം. ഇപ്പൊ ഇവിടെ ഭഗവാന്റെ ബാഹ്യമായ ശക്തി, അതായത് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നും സെപ്പറേറ്റഡ് എനർജിയാണ്. ഈ 8 മൂലങ്ങൾ അടങ്ങുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതുകൊണ്ടാണ് ഭിന്ന പ്രകൃതി സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺട്രോൾ ഉണ്ട്, നിയന്ത്രണമുണ്ട്, പക്ഷെ സെപ്പറേറ്റഡ് ആണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പോ പശു എടുത്തു കഴിഞ്ഞാല് ആ പശുവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പാലാണ്. പാല് വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഇപ്പൊ പുല്ല് കഴിക്കുന്നത് മൂലം പശു പാല് ഉത്പാദിപ്പിക്കുന്നു. പക്ഷെ ആ പാല് നമ്മൾ കറന്നെടുക്കുമ്പോൾ ആ പശുവിൽ നിന്നും വേറിട്ടതാണ്, സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അത് പാല് പശുവിന്റെ എനർജിയാണെന്ന് ചോദിച്ചാൽ എനർജിയാണ്, പക്ഷെ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്. അതാണ് വ്യത്യാസം. ഒരു പ്രായോഗിക ഉദാഹരണത്തിലൂടെ ഭിന്നാപ്രകൃതിയെ കുറിച്ച് നാം മനസ്സിലാക്കാം. ഗാഹി യന്ത്രത്തിൽ വാക്യങ്ങൾ റെക്കോർഡ് ചെയ്ത് ഞാൻ പുസ്തകത്തിൽ രചിക്കാറുണ്ട്. സ്വനഗ്രാഹി അതായത് ഡിക്ടാഫോൺ വീണ്ടും പ്രവർത്തിക്കുമ്പോൾ ഞാൻ നേരിട്ട് സംസാരിക്കുന്നതായി തോന്നുന്നു. ആദ്യം സംസാരിച്ച് ഞാൻ തന്നെയാണെങ്കിലും പിന്നീട് എന്നിൽ നിന്നും ഭിന്നമായ ഒരു യന്ത്രം എന്റെ പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന മട്ടിൽ പ്രവർത്തിക്കുന്നു. ഇതുപോലെ ഭഗവാനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഭൗതിക ശക്തി ഭഗവാനിൽ നിന്നും തന്നെ പ്രേരണ ഉൾക്കൊണ്ട ശേഷം ഭിന്നമായി പ്രവർത്തിക്കുന്നു. ഇതും ഭഗവത്ഗീതയെ 9:10 വിവരിച്ചിട്ടുണ്ട്. മയധ്യക്ഷണ പ്രകൃതി സ്വീയതേ സചരാചരം. അല്ലേ ബുദ്ധിപുത്ര, ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നതെന്നും ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതും ഭൗതിക പ്രകൃതി സ്വതന്ത്രമല്ലെങ്കിലും പരമജീവിതം പുരുഷന്റെ മേൽനോട്ടത്തിന് കീഴിൽ സ്വതന്ത്രമാണെന്ന പ്രതീതി ഉളവാക്കുമാറ് പ്രവർത്തിക്കുന്നു. ഇപ്പോ സെപ്പറേറ്റഡ് എനർജി ആണെങ്കിലും ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. മയധ്യക്ഷണ പ്രകൃതി സ്വീയതേ സചരാചരം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട്. വേറൊരു ഉദാഹരണം പ്രഭുപാദർ പറയുന്നത് ഡിക്ടാഫോൺ. പ്രഭുപാദര് സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്യാണ്.
പക്ഷെ പിന്നീട് അത് കേൾക്കുമ്പോൾ പ്രഭുപാദന്റെ വാക്കുകളാണ്, പക്ഷെ എങ്കിലും പ്രഭുപാദൻ അവിടെ ഇല്ല. അപ്പൊ അത് സെപ്പറേറ്റഡ് എനർജിക്ക് ഉദാഹരണമാണ്. വിഷ്ണു പുരാണത്തിലെ ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ ശക്തികളെ മൂന്നായി വിഭജിച്ചിരിക്കുന്നു. ആത്മീയശക്തി അഥവാ ഭഗവാന്റെ അന്തരംഗ ശക്തി, ജീവാത്മാക്കളായ തടസ്സശക്തി അഥവാ ക്ഷേത്രജ്ഞ ശക്തി, ഭിന്നമായ അതായത് ഭഗവാനിൽ നിന്ന് വേർതിരിക്കപ്പെട്ട എന്നാൽ സ്വതന്ത്രമല്ലാത്ത ഭൗതിക ശക്തി എന്നിവയാകുന്നു. ശ്രീ വ്യാസദേവന് ധ്യാനത്തിലൂടെയും ആത്മസാക്ഷാത്കാരത്തിലൂടെയും ഭഗവത് ദർശനം ഉണ്ടായപ്പോൾ ഭഗവാന്റെ പിന്നിൽ നിൽക്കുന്ന ഭിന്നശക്തിയെയും അദ്ദേഹം കാണുകയുണ്ടായി. അവശ്യ പുരുഷം പൂർണ്ണം മായാം ചതുർ അവാശ്രയം. ഭഗവാന്റെ ഭിന്നമായ ശക്തി ആയ ഭൗതിക ശക്തിയാണ് ജീവാത്മാക്കളുടെ ജ്ഞാനത്തെ ആവരണം ചെയ്യുന്നത്. സമ്മോഹിത ജീവ ആത്മാനം ത്രിഗുണാത്മനം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയുണ്ടായി. ഭൗതിക ശക്തി ജീവാത്മാക്കളെ പരിഭ്രാന്തരാക്കുന്നതിനാൽ തങ്ങൾ ജീവിത ലക്ഷ്യം നിറവേറ്റില്ലെന്ന് അറിയാതെ ആ ശക്തിക്ക് കീഴിൽ അവർ കഠിനമായി അധ്വാനം ചെയ്യുന്നു. തങ്ങളുടെ ശരീരമാണെന്നും മരണം എല്ലാം അവസാനിപ്പിക്കുമെന്നും വേണ്ടത്ര ഇന്ദ്രിയാസ്വാദനം ചെയ്യണമെന്നും നിർഭാഗ്യവശാൽ അവർ ചിന്തിക്കുന്നു. ചാറുമുനിയുടെ പ്രചരിപ്പിച്ചുള്ള ഈ നാസ്തിക തത്വം ഭാരതത്തിലുടനീളം വളർന്നിട്ടുണ്ട്. ചാറുമുനി ഇപ്രകാരം പറയും: ഋണം കൃതം പിബേത് യാവത് ജീവേ സുഖം ജീവേത് തസ്മീഭൂതസ്യ ദേഹസ്യ ഉദ പുനരാഗമനോ ഭവേത്. അപ്പൊ ഇത് നാസ്തികനായ ചാറുമുനിയുടെ സിദ്ധാന്തമാണ്. അതായത് ഒരുവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം വേണ്ടത്ര നെയ്യ് പാനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം ആസ്വദിക്കുക. ഭാരതീയ ഭക്ഷണത്തിലെ ഒരു അടിസ്ഥാന ഘടകമാണല്ലോ നെയ്യ്. രുചികര ഭക്ഷണം എല്ലാവർക്കും ആസ്വാദ്യമായതിനാൽ വേണ്ടത്ര നിർവഹിക്കാൻ ചാറുമുനി. ധനമില്ലാത്ത ഞാൻ എങ്ങനെ നെയ്യ് വാങ്ങും എന്നൊരുവൻ വിചാരിക്കുന്നുവെങ്കിൽ ചാറുമുനി മറുപടി നൽകുന്നു: ധനമില്ലെങ്കിൽ യാചിക്കുകയോ കടം വാങ്ങുകയോ മോഷ്ടിക്കുകയോ ചെയ്യുക. ഇപ്രകാരമാണെങ്കിലും നെയ്യ് ലഭ്യമാക്കി ജീവിതം ആസ്വദിക്കുക. അപ്പോൾ യാചന, കടം വാങ്ങൽ, മോഷണം എന്നീ അനാശാസ്യ പ്രവർത്തനങ്ങളുടെ പാവപ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒരുവൻ കരുതുമെങ്കിൽ ചാറുമുനി ഇപ്രകാരം മറുപടി നൽകുന്നു: അതിൽ നിങ്ങൾ ഉത്തരവാദിയല്ല. മരണശേഷം നിങ്ങളുടെ ശരീരം ചാമ്പലാകുന്നതോടെ എല്ലാം അവസാനിക്കുന്നു. അപ്പൊ ഇത് നാസ്തിക തത്വമാണ്. ഭൂരിപക്ഷം ആൾക്കാരും ഈ തത്വമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എല്ലാത്തിനും അതേ ഉദാഹരണം പറയാം. ജീവിതം ആസ്വദിക്കുന്നു പറയുന്നുണ്ട്, അതേസമയം പൈസ ഇല്ലെങ്കിൽ യാചിക്കുക, അല്ലെങ്കിൽ കടം വാങ്ങിക്കുക, മോഷ്ടിക്കുക, എന്നിട്ട് വേണം ജീവിതം ആസ്വദിക്കുക. അപ്പൊ അതിന്റെ പാപകർമ്മങ്ങള് ഉണ്ടോന്ന് ചോദിച്ചാല് ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ ശരീരം നശിക്കുന്നതോടുകൂടി എല്ലാം നശിക്കുന്നു എന്നാണ് സിദ്ധാന്തം. അപ്പൊ ഇതാണ് അജ്ഞാനം എന്ന് പറയുന്നത്. നാശത്തോടെ ഒരുവൻ അവസാനിക്കുന്നില്ലെന്ന് ഹന്യതേ ഹന്യമാനേ ശരീരെ ഭഗവത്ഗീതയിൽ മനസ്സിലാക്കണം. മരണം എന്നത് മറ്റൊരു ശരീരത്തേക്കുള്ള പ്രവേശനമാണ്. തഥാദേഹാപ്രാപ്തി. അതിനാൽ ഭൗതിക ലോകത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് അത്യാപത്കരമാണ്. ആത്മാവിനെ കുറിച്ചോ അതിന്റെ ദേഹാന്തര പ്രാപ്തിയെ കുറിച്ചോ അജ്ഞരായ ജനങ്ങൾ ഭൗതിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ആത്മീയ അസ്തിത്വത്തെ കുറിച്ച് ബോധമില്ലാത്ത ഭൗതിക ജ്ഞാനത്താൽ സന്തുഷ്ടരാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യും. അതിനാൽ ഈ ഭൗതിക ലോകത്തിലെ അതിന്റെ പ്രവർത്തനങ്ങളെയും അവിദ്യ കർമ്മ സംശയ എന്ന് സൂചിപ്പിക്കുന്നു. ഭഗവാനിൽ നിന്നും വിദൂരമായി പ്രവർത്തിക്കുന്ന ഭൗതിക ശക്തിക്ക് വശംവദരായി ഇരിക്കുന്ന മാനവരാശി അതെ അകറ്റുവാനും യഥാർത്ഥ ആത്മീയബോധത്തിന്റെ നിലവാരത്തിലുള്ള മനുഷ്യന്റെ പ്രവർത്തന പദത്തെ പുനർജീവിക്കാനുമായി ഭഗവാൻ അവതരിക്കുന്നു. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ജീവതകൾ തങ്ങളുടെ യഥാർത്ഥ അവബോധത്തിൽ നിന്നും വ്യതിചലിക്കുമ്പോൾ ഭഗവാൻ അവതരിച്ച് അവർക്ക് ഇപ്രകാരം പ്രബോധനം നൽകുന്നു: സർവധർമാൻ പരിത്യജ മാം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ജീവാത്മാക്കളെ, എന്റെ സംരക്ഷണം ലഭിക്കുവാനായി എല്ലാ ഭൗതിക പ്രവർത്തനവും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക. അപ്പോ
ഭഗവാന്റെ ഫൈനൽ നിർദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണമായും ജീവാത്മാവ് ഭഗവാൻ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഒരുവൻ യാചിച്ചോ ധനം കടം വാങ്ങിയോ മോഷ്ടിച്ചോ നെയ് വാങ്ങി ജീവിതം ആസ്വദിക്കണമെന്ന ചാറുണ്ണിയുടെ പ്രസ്താവനയാണ് ഇടം കൃത്വാതം പ്രകാരം ഭാരതത്തിലെ ഏറ്റവും വലിയ നാസ്തികവാദി പോലും നെയ് ഉപയോഗിക്കുവാനാണ് ശുപാർശ ചെയ്യുന്നത്. മാംസം ഭക്ഷിക്കില്ല. കടുവകളെയും നായ്ക്കളെയും പോലെ മനുഷ്യൻ പോലും മനുഷ്യർ മൃഗങ്ങളുടെ വ്യവഹാരത്തിലേക്ക് അത്രമാത്രം അകപ്പെട്ടു. ഇന്നത്തെ സ്ഥിതിയെ മനുഷ്യ സംസ്കാരം എന്ന് പോലും വിളിക്കാൻ സാധ്യമല്ല. അപ്പോ പറയുന്നത് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇന്ന് സമൂഹം ഫോളോ ചെയ്യുന്ന തത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യ സംസ്കാരമല്ല. ഇതിനെയും മറ്റുള്ളവരെ കൊല്ലുക, നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി നമുക്കറിയാം ഇന്ന് ബംഗ്ലാദേശിലും മറ്റുമൊക്കെ പശുവിനെ വളരെയധികം പീഡിപ്പിക്കും. പശുവിനെ മാത്രമല്ല മനുഷ്യനെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഇതെന്ത് സംസ്കാരമാണ്? അപ്പൊ അതുകൊണ്ട് പ്രഭുപാദര് പറഞ്ഞത് 4 റെഗുലർ പ്രിൻസിപ്പിൾ, 4 നിയമങ്ങള് ഫോളോ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരുവൻ മനുഷ്യന്റെ നിലവാരത്തിൽ ജീവ തത്വ ലാനാലിപി പരതത്വ ആസന്ന പരിലാശ്രേഷ്ഠ ഈശ്വര മഹത്വ. മായ ജീവസത്വങ്ങളെ സർവേശ്വരനായി പരമാർത്ഥ സത്യമായി സ്വീകരിക്കുക വഴി തരം താഴ്ന്നതാണ്. മായാവ തത്വശാസ്ത്രം എന്നാൽ ഈ ഏകതത്വവാദം ഈശ്വരന്റെ മഹത്വങ്ങളെയും പരമാധികാരത്തെയും മൂടുപടം വിട്ടുമറയ്ക്കുന്നു. അപ്പോ മായാവാദം ഭഗവാന് അതായത് പരബ്രഹ്മം പരമാത്മാവായി അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ഭഗവാൻ. ഈ സന്ദർഭത്തിൽ ഭക്തി വിനോദ് താക്കൂർ പ്രകാരം പ്രസ്താവിക്കുന്നത് എല്ലാ വേദശാസ്ത്രങ്ങളിലും ജീവസത്തെ ഭഗവാന്റെ ഒരു ശക്തിയായിട്ടാണ് പരാമർശിക്കുന്നത്. ജീവസത്തെ പരമപുരുഷന്റെ അതിസൂക്ഷ്മഗണമായി സ്വീകരിക്കുന്നതിന് പകരം അവയെ അവിടത്തിന് തുല്യമായി ദർശിക്കുകയാണെങ്കിൽ ആ തത്വശാസ്ത്രം തെറ്റിദ്ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതെന്ന് മനസ്സിലാക്കും. നിർഭാഗ്യവശാൽ ശ്രീപാദ ശങ്കരാചാര്യ മനഃപൂർവ്വം ജീവസത്വങ്ങളെ ഈശ്വരന് തുല്യമായി പ്രഖ്യാപിക്കുന്നു. അതിനാൽ അവിടെ നിന്റെ തത്വശാസ്ത്രം മുഴുവൻ തെറ്റിദ്ധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും സാമാന്യ ജനങ്ങളെ ശരിയായ പാതയിൽ ജീവിത ലക്ഷ്യം നിറവേറ്റാകാതെ എന്നതുമാണ്. പുരുഷനെ ശരണം കുറിച്ച് അദ്ദേഹത്തിന്റെ ഭക്തനാകുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ഭഗവത് വിവരിക്കുന്നു. എന്നാൽ മായാവാദത്വം ഒരുവനെ വഴിതെറ്റിച്ച് ഈശ്വരനാശികത്വത്തെ വെല്ലുവിളിക്കാനും സ്വയം ഈശ്വരനായി പാടാൻ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം മായാവാദം നൂറായിരക്കണക്കിന് നിഷ്കളങ്ക ജനങ്ങളെ വഴിതെറ്റിച്ചു കളയുന്നു. പരമദിവ്യത്വ പുരുഷനായ ശക്തിമാനായും ആത്മീയവും ഭൗതികവുമായ മറ്റെല്ലാത്തിനെയും അവിടത്തെ ശക്തി വ്യാസദേവൻ വേദാന്ത സ്വീകരിക്കുന്നു. പരബ്രഹ്മമായ ഭഗവാനാണ് സർവ്വതിന്റെയും ഉത്ഭവസ്ഥാനം. ജന്മാശിസ്യ യഥാ, ഇത് വിഷ്ണു പുരാണത്തിലും സ്ഥിരീകരിക്കുന്നു. ഏകദേശേ സ്ഥിതേ അഗ്നേ ജ്യോത്സ്നാവിസ്തരാണി യഥാ പരസ്യ ബ്രഹ്മ സഖി അഖിലം ജഗത്. സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ബഹുദൂരം പ്രകാശം വ്യാപിക്കുന്ന അഗ്നിയെ പോലെയാണ് ഭഗവാൻ. ഈ ലോകത്തിൽ കാണുന്നത് എന്തും ഭഗവാന്റെ വിധങ്ങളായ ശക്തിയുടെ ആവിഷ്കാരങ്ങളാണ്. ഈ വ്യക്തമായ ഉപമയാണ് ഭൗതിക ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും സൂര്യന്റെ ശക്തിയായ സൂര്യപ്രകാശത്തിൽ നിലനിൽക്കുന്നത് പോലെ എല്ലാ സൃഷ്ടിജാലങ്ങളും പരമദിവ്യ പുരുഷന്റെ ആത്മീയവും ഭൗതികമായ ശക്തികളെ അടിസ്ഥാനമാക്കി വിലകും. കൃഷ്ണൻ തന്റെ വാസസ്ഥലത്ത് ഭൂലോക ദേവ ദിവസതി അഖിലാമ ഭൂതഃ. ഗോപന്മാരോടൊപ്പം അതീന്ദ്രിയ ലീലകൾ ആസ്വദിക്കുമെങ്കിലും
അവിടുന്ന് സർവ്വവ്യാപിയാണ്. പ്രപഞ്ചത്തിലെ ഓരോ പരമാണുവിലും അവിടുന്ന് സന്നിഹിതനാണ്. അന്താന്തരസ്ഥ പരമാണു ചയാന്തരസ്ഥ. ഇതാണ് വൈദിക ശാസ്ത്രങ്ങളുടെ സൂചികമായ. നിർഭാഗ്യവശാൽ ജീവസത്തെ സർവേശ്വരൻ പ്രഖ്യാപിക്കുന്നതുകൊണ്ട് മായാവതി തത്വചിന്തകന്മാർ ലോകമാനവൻ വൻപിച്ച നാശം സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് ലോകജനതയെ നിരീശ്വരവാദത്തിലേക്ക് നയിച്ചിരിക്കുന്നു. ഇപ്രകാരം പരമപുരുഷന്റെ മഹിമകളെ ആവരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മായാവാദികളുടെ പ്രവർത്തനങ്ങൾ മനുഷ്യ സമൂഹത്തിന് തന്നെ കൊടിയ അഹിതം വരുത്തിവെച്ചിരിക്കുന്നു. അത്യന്തം നിന്ദ്യമായ ഈ പ്രവർത്തികളെ ദ്രവ്യമാക്കാനാണ് ചൈതന്യ മഹാപ്രഭു മനുഷ്യരൂപത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം അവതരിപ്പിച്ചത്. ഹരേ നാമ ഹരേ നാമ ഹരേ നാമൈവ കേവലം കലവും നാസ്തീവ 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 ഗതിരില്ല. കലഹവും കാപ്പട്യവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ പ്രാപ്തിക്കുള്ള ഏക മാർഗം ഹരിയുഗത്തിരുനാമം മാത്രമാണ്. മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയുമില്ല, മറ്റൊരു വഴിയുമില്ല. ജനങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ ഏർപ്പെടുമ്പോൾ മായാവതി തത്വചിന്തക തെറ്റിദ്ധരിക്കുന്ന പോലെ തങ്ങൾ ഈശ്വരനല്ലെന്നും മറിച്ച് ഈശ്വര സേവകരാണെന്നുമുള്ള ജ്ഞാനത്തിൽ എത്തിച്ചേർന്നു. ഒരു അതീന്ദ്രിയമായ ഭഗവത്സേവനത്തിൽ വ്യാപൃതരാകുമ്പോൾ അവൻ മുക്തനാകും. വിചാരേണ ഭക്തിയോഗ്യന സേവിതേ സഗുണാൻ സമർപ്പിത ബ്രഹ്മഭൂയായ കൽപ്പത. ഏത് പരിസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവ്വം ഭവന സേവനത്തിൽ ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതികപ്രകൃതി ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മഭൂത്തിലാണ്. ഭഗവത്ഗീത 14:26. അതിനാൽ ഈശ്വരൻ ഇല്ലെന്നോ ഉണ്ടെങ്കിലും അരൂപനാണെന്നോ താൻ തന്നെ ഈശ്വരൻ ഇപ്രകാരം ചിന്തിച്ചു കൂട്ടുന്ന മൂഢമായ ജീവസത്വക്കുള്ള ഏക ആശ്രയമാണ് കൃഷ്ണാവബോധ പ്രസ്ഥാനം. ഇത്തരം തെറ്റിദ്ധാരണകൾ അത്യന്തം ആപത്കരമായ ധരിപ്പിക്കുക ഇവയെ തടയാനുള്ള ഏക മാർഗം. ഇപ്പോ നമുക്ക് പ്രഭുപാദര് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് യഥാർത്ഥത്തില് ശങ്കരാചാര്യര് ഇവിടെ തെറ്റല്ല. അത് അദ്ദേഹം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് മായാവാദം പ്രചരിപ്പിച്ചത്. ഇപ്പൊ എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ വായിച്ചു, ബുദ്ധ ഫിലോസഫി, അതായത് ബുദ്ധന്റെ ഫിലോസഫിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ബുദ്ധൻ ദൈവമില്ല എന്ന് പറഞ്ഞു. കാരണം ജനങ്ങൾ അന്ന് ബ്രാഹ്മണരും മറ്റ് വൈദിക സംസ്കാരം ഉൾക്കൊള്ളുന്നവരും ജന്തുഹിംസ ചെയ്തിരുന്നു. ഇവൻ യജ്ഞത്തിലും ഹോമത്തിലുമെല്ലാം അവര് ജന്തുക്കളെ ഹോമിച്ചിരുന്നു. അപ്പൊ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ബുദ്ധൻ അവതരിച്ച് ശൂന്യവാദം പ്രചരിപ്പിച്ചത്. പക്ഷെ അതിനുശേഷം ശങ്കരാചാര്യർ വന്ന് പറഞ്ഞു ദൈവമില്ല എന്നാര് പറഞ്ഞു? ദൈവമുണ്ട്, നിങ്ങളും ഞാനും എല്ലാം ദൈവമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് വൈഷ്ണവാചാര്യർ, മധ്വാചാര്യർ പോലുള്ള ആചാര്യര് എല്ലാം രണ്ടും രണ്ടാണ്, ജീവാത്മാവും പരമാത്മാവും രണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭു വന്ന് ഇതിലേറ്റവും ഉത്തമമായത് ഒരു ജീവാത്മാവിന്റെ ആത്യന്തിക ലക്ഷ്യം കൃഷ്ണപ്രേമം, ഭഗവത് പ്രേമം നേടുക എന്നുള്ളതാണ് രഹസ്യം നമുക്ക് വെളിവാക്കി തന്നു. അപ്പൊ ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ്. എവറിത്തിങ് ഈസ് വൺ അറ്റ് ദ സെയിം ടൈം ഡിഫറെന്റ്. എല്ലാം ഒന്നാണ് എന്നാൽ വ്യത്യസ്തമാണ്. അചിന്ത്യഭേദ അഭേദ തത്വം. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദരുടെ എടുത്ത് പറയുന്നത് കൃഷ്ണാമൃത പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം. നമ്മൾ എത്രത്തോളം പ്രചാരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പ്രഭുപാദര് എടുത്ത് പറയുന്നു. ഇല്ലെങ്കിൽ ആൾക്കാർ വഴിതെറ്റിപ്പോകും. ഇത്തരം തെറ്റിദ്ധാരണകൾ അത്യന്തം ആപത്കരമായതിനാൽ കൃഷ്ണാമൃതം പ്രചരിപ്പിക്കുകയാണ് ഇവയെ തടയാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതാണ് പ്രഭുപാദര് തന്റെ ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് നിർവഹിച്ചത്. ലോകം മുഴുവൻ പോയി പ്രചരിപ്പിക്കുകയും ഇത്രയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇത് നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്, കൃഷ്ണേര നിത്യദാസ്, നമ്മളെല്ലാം ഭഗവാന്റെ സേവകന്മാരാണ്, ഭഗവാനല്ല. ഭഗവാനെ സേവനം ചെയ്യുകയാണ് ജീവാത്മാവിന്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി ചെന്നത് ശ്രീല പ്രഭുപാദരാണ്. ശ്രീല പ്രഭുപാദർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. പ്രഭുപാദർ ചെയ്ത സേവനത്തിന് ഈക്വലായിട്ട് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ പ്രഭുപാദരുടെ ബുക്സ് സ്ഥിരമായി വായിക്കേണ്ടത് ആവശ്യം, പഠിക്കേണ്ടത് ആവശ്യം, ചർച്ച ചെയ്യേണ്ടത് ആവശ്യം. ഇല്ലെങ്കിൽ നമ്മളും മായയുടെ
വലയിൽപ്പെട്ട് വഴിതെറ്റിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഭക്തിയോഗത്തിലും അപകടമുണ്ട്. വൈഷ്ണവ അപരാധങ്ങൾ ചെയ്യാതെ നാമ അപരാധങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നാമജപം, പ്രഭുപാദർ പറഞ്ഞ യമനിയമങ്ങളും മറ്റ് നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് വൈഷ്ണവമാരുടെ അസോസിയേഷനിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ട് അതൊന്ന് നോക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. കുറച്ച് നേരത്തെ നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടോ? ഇല്ല എന്തെങ്കിലും വായിച്ചെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താമോ? അപ്പൊ നമ്മള് 120 ശ്ലോകം വരെ വായിച്ചു. 121 മുതലാണ് വായിക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാ ഇവിടെ നിർത്താമോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ നിർത്തുകയാണ്. ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. നോക്കട്ടെ. നിൽക്കണം പ്രഭു. ഐശ്വര്യ അപ്പൊ സംസാരം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മാതാ ക്ഷമിക്കണം, ഞാൻ നല്ല സുഖമില്ല, പെട്ടെന്ന് ജോയിൻ ചെയ്തതാണ്. പക്ഷെ എന്തെങ്കിലും വായിച്ചത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ശരി പ്രഭു. കുഴപ്പമില്ല പ്രഭു, സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ല പ്രഭു. 121 മുതലാണ് നാളെ വായിക്കേണ്ടത്. 121 മുതൽ അല്ലേ പ്രഭു? അതെ അതെ. ഓക്കെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു. ആർക്കും അഭിപ്രായം ഒന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ക്ലോസ് ചെയ്യാം പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ.